ലക്ഷദ്വീപിലെ പണ്ടാരഭൂമി ഏറ്റെടുക്കാനുള്ള ഭരണകൂടത്തിൻ്റെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ലക്ഷദ്വീപ് നിവാസികൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ വിധി. കോടതി ഉത്തരവ് ലക്ഷദ്വീപ് നിവാസികൾക്ക് ആശ്വാസം നൽകുന്നതാണ്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, നേരത്തെ തന്നെ ദ്വീപ് നിവാസികൾ ഇത്തരത്തിൽ ടൂറിസം ഒക്കെ മുന്നിൽ കണ്ട്, അല്ലെങ്കിൽ ഭൂമി കച്ചവടം മുന്നിൽ കണ്ടുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഈ നീക്കത്തിനെതിരായി സമര പോരാട്ടങ്ങൾ നടത്തി വരികയാണ്. ഇതാ കോടതിയിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി, ലക്ഷദ്വീപ് നിവാസികൾക്ക് ആശ്വാസം. എന്തൊക്കെയാണ് പുതിയ വിവരം? അതായത് സംഘപരിവാർ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ലക്ഷദ്വീപിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററും ഭരണകൂടവും കളക്ടറും ഒക്കെ നടപടികൾ ആരംഭിച്ചു. വലിയ വിവാദമായി. കേരളത്തിൽ നിന്ന് ഇടത് എംപിമാരടക്കം വലിയ പ്രതിഷേധം പാർലമെൻറ്റിന് മുമ്പിൽ ഒക്കെ സംഘടിപ്പിച്ചിരുന്നത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ഈ പണ്ടാരഭൂമിയുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? ലക്ഷദ്വീപിൽ രണ്ട് തരം ഭൂമിയാണുള്ളത്, ജന്മം ഭൂമിയും പണ്ടാരം ഭൂമിയും. പണ്ടാരം ഭൂമി എന്ന് പറയുന്നത് ഈ ലക്ഷദ്വീപ് നിവാസികൾക്ക് സർക്കാർ വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കൃഷി ആവശ്യത്തിനും മറ്റും ലീസിന് നൽകിയ, പാട്ടത്തിന് നൽകിയ ഭൂമിയാണത്. ആ ഭൂമിയിൽ അവർ കൃഷി ചെയ്ത് ഉപജീവനം കണ്ടെത്തി ജീവിച്ച് വീട് വെച്ച് കെട്ടിടങ്ങൾ നിർമ്മിച്ച് ആരാധനാലയങ്ങൾ പണിത് സ്കൂളുകൾ നിർമ്മിച്ച് റോഡ് പണിത് ഒക്കെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ടൂറിസം വികസിപ്പിക്കാൻ പുതിയ പദ്ധതിയുമായി അവിടെ ചില ആളുകൾ രംഗത്തെത്തുന്നു. ഗുജറാത്തിൽ നിന്നുള്ള ചില വ്യവസായികളൊക്കെ ആയിരുന്നു. അപ്പോൾ അവർക്ക് ഭൂമി ലഭ്യമാകാത്തൊരു സാഹചര്യം വന്നു. അപ്പോഴാണ് ലക്ഷദ്വീപ് ഭരണകൂടം അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ ഒരു നിലപാടിലേക്ക് പോയത്. അതായത് ഈ പണ്ടാരഭൂമി കൈവശമിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഭൂമി തിരിച്ചു പിടിക്കാൻ നോട്ടീസ് ഇറക്കി. അവരുടെ ആ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ആ ഭൂമിയെല്ലാം സർക്കാരിലേക്ക് 10 ദിവസത്തിനകം തിരികെ നൽകണം എന്നതായിരുന്നു ആവശ്യം. 100 കണക്കിന് വീടുകൾ ഒഴിപ്പിക്കേണ്ടി വരും. അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ ഒക്കെ ഒഴിപ്പിക്കേണ്ടി വരുമായിരുന്നു. അതിനെതിരെ വലിയ നിയമ പോരാട്ടമാണ് ലക്ഷദ്വീപ് നിവാസികൾ നടത്തിയത്. നിരവധി വീടുകൾ അങ്ങനെ ഒഴിപ്പിക്കേണ്ടി വരും. 3117 വീടുകളാണ് ഒഴിപ്പിക്കേണ്ടി വരിക. 70 ആരാധനാലയങ്ങൾ, 575 ഹെക്ടർ ഭൂമി, അങ്ങനെ വിവിധ ദ്വീപുകളിലായി അത്തരത്തിൽ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചത്. ആദ്യം തന്നെ ബംഗാരം ഐലൻഡിൽ, അവിടെ ജനവാസമില്ലാത്ത ഐലൻഡാണ്, ബംഗാരം ഐലൻഡിൽ ഈ നടപടി ആരംഭിച്ചിരുന്നു. അത് നടപ്പിലാക്കുകയും ചെയ്തു. പക്ഷേ അവിടെ പ്രതിഷേധിക്കാൻ ജനങ്ങളുണ്ടായിരുന്നില്ല. പക്ഷേ രണ്ടാം ഘട്ടമായി കവരത്തിയിലും മിനിക്കോയിലും അഗത്തിയിലും ഒക്കെ ഈ നടപടിയുമായി ലക്ഷദ്വീപ് കളക്ടർ ഭരണകൂടം മുന്നോട്ട് പോയി. അപ്പോൾ വലിയ പ്രതിസന്ധി വന്നു. ആളുകൾക്ക് കുടിയൊഴിപ്പിക്കപ്പെടുന്നൊരു സാഹചര്യം വന്നു. അവർക്ക് പകരം സംവിധാനം ഏർപ്പെടുത്താനോ നഷ്ടപരിഹാരം നൽകാനോ തയ്യാറല്ല എന്നൊരു നിലപാട് ഭരണകൂടം എടുത്തു. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ അവർ തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം വന്നു. 1 രൂപ പോലും നഷ്ടപരിഹാരം നൽകില്ല എന്ന ഉത്തരവിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനെതിരെയാണ് നിയമ പോരാട്ടം നടത്തിയത് ലക്ഷദ്വീപ് നിവാസികൾ. ഏതാണ്ട് 40ഓളം ഹർജികൾ കേരള ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നു. ആ 40 ഹർജികളും ഒരുമിച്ചാണ് കോടതി പരിഗണിച്ചത്. ആദ്യം തന്നെ ഒരു വർഷം മുമ്പ് അത് കേസെടുത്തിട്ട് തുടർ നടപടികളൊന്നും പാടില്ല എന്ന് സ്റ്റേ ചെയ്തിരുന്നു. അതുകൊണ്ട് തുടർ നടപടികളൊന്നും നടന്നിരുന്നില്ല. ഇന്ന് അന്തിമ ഉത്തരവ് പറഞ്ഞു ഡിവിഷൻ ബെഞ്ച്. കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ പണ്ടാരഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ നടപടി, ഭരണകൂടത്തിൻ്റെ നീക്കം ജനാധിപത്യ വിരുദ്ധമാണ്, അത് നടപ്പാക്കാനാവില്ല എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ആ ഉത്തരവ്, പണ്ടാരഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള ലക്ഷദ്വീപ് ഭരണകൂടത്തിൻ്റെ ഉത്തരവ് തന്നെ റദ്ദാക്കി. ഈ പണ്ടാരഭൂമിയുടെ സർവേയും ഭൂമിയുടെ പുനർവർഗീകരണവും അതെല്ലാം ലക്ഷ്യമിട്ടിരുന്നു. അതൊന്നും നടത്താൻ പറ്റില്ല. ഇപ്പോൾ ആരുടെ കൈവശമാണോ ആ ഭൂമി ഇരിക്കുന്നത്, അവരുടെ കൈവശം തന്നെ ഭൂമി ഇരിക്കട്ടെ എന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ലക്ഷദ്വീപ് ഭരണകൂടത്തെ, കേന്ദ്രത്തിലെ BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണിത്. ലക്ഷദ്വീപ് നിവാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ ആശ്വാസമാണ് കേരള ഹൈക്കോടതിയുടെ ഇടപെടൽ എന്ന് പറയാം. അജിംഷാദ്. തീർച്ചയായും സാലി മുഹമ്മദാണ് സമഗ്രമായ വിവരം നൽകിയത്.